നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു അടിപൊളി ഹൈജാക്ക് ഒക്കെ നടന്നിരിക്കുകയാണ്. സോ അതിനായിട്ട് പോകുന്നതിന് മുമ്പ് ഒറേൽ റൊമേയോ ബാർസലോണയിൽ നിന്ന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ലീവ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഒറേൽ റൊമേയോ ഫോർ എവറിത്തിങ്. ആൻഡ് ഒറേൽ റൊമേയോ ആ ഒരു വേജ് ഗ്യാപ്പിലോട്ട് ജെറാഡ് മാർട്ടിനെ ബാർസലോണ രജിസ്റ്റർ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആൻഡ് എന്തായാലും അത്ര പറയാനായിട്ടുള്ളൂ. റൊമേയോ, താങ്ക് യു ഫോർ എവറിത്തിങ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഹൈജാക്കിനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങണം. മറ്റൊന്നുമല്ല, എബ്രേച്ച എസ് എ ടോട്ടനാമിലോട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത്. സോ എബ്രേച്ച എസ് ആയിട്ട് ആദ്യമേ ടോക്സ് നടത്തിയതും ബെസ്റ്റ് കണ്ടുപോയി, ഞാൻ കണ്ടിന്യൂ ആണ്. എബ്രേച്ച എസ് ആയിട്ട് ആദ്യമേ ടോക്സ് നടത്തിയതും അതുപോലെ തന്നെ ഡീൽ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിച്ചതും എല്ലാം ആർസണലാണ്. പിന്നീട് എബ്രേച്ച എസ് 68 മില്യൺ പൗണ്ട്സ് റിലീസ് ക്ലോസ് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു ക്രിസ്റ്റൽ പാലസ് എന്ന് പറഞ്ഞാൽ അവർ ഡീലിൽ നിന്ന് പിന്മാറിയെന്ന് വാർത്തകൾ വന്നു. പിന്നീടാണ് ഇപ്പം റീസെൻ്റ്ലി ടോട്ടനാം ഡീൽ എൻ്റർ ആവുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ സൂപ്പർ കപ്പിന് മുമ്പ് തൊട്ടേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ഒരു പ്രൈസ് ടാഗിൽ എത്തുന്നില്ല. എബ്രേച്ചേഴ്സയുടെ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു, ഡീൽ ഡൺ ആവുന്നില്ല. 50 മില്യൻ്റെ ഇത് കൊടുത്തു, 55 കൊടുത്തു, 60 കൊടുത്തു. അവസാനം 60 മില്യൻ്റെ പൗണ്ട്സിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് പ്രൊപ്പോസൽ വിടുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ആ പേയ്മെൻറ്റ് സ്ട്രക്ചറിൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ആ ഫൈനൽ അഗ്രിമെൻറ്റിലോട്ട് ക്ലബ് ടു ക്ലബ് എത്തിയില്ല എന്ന് കിട്ടും. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം കായ് ഹാവേർട്സിന് ഇഞ്ചറി പറ്റിയ ആൾ കുറച്ച് നാളത്തേക്ക് ഔട്ടാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. ആർസണൽ ഒരു റീപ്ലേസ്മെൻറ്റിന് വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങുവാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ എബ്രേച്ച് എസ് എനെ ഇതുവരെ ഡീൽ ഡണ്ണാക്കിയില്ല. ആർസണൽ വീണ്ടും ബെർട്ട ഈ ഡീലിൽ കീ റോൾ വഹിച്ചെന്നാണ് പറയുന്നത്. എസ് എയുടെ ഡീലിലോട്ട് പെട്ടെന്ന് എൻ്റർ ആവുകയും ടോട്ടനാമുമായിട്ട് അഗ്രി ചെയ്ത് എത്തിക്കൊണ്ടിരുന്ന ആ ഒരു പ്രൈസ് ടാഗ് ഉള്ളൂ 60 മില്യൺ പൗണ്ട്സിന് തൊട്ട് മുകളിലുള്ള ഒരു റേഞ്ച്, അത് കൊടുക്കാനായിട്ട് ആർസണൽ റെഡി ആവുകയും ടോട്ടനാം ഓഫർ ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് സ്ട്രക്ചർ കൊടുക്കാം, കൂടാതെ ഈസി ആഡ് ഓൺസും പ്രൊവൈഡ് ചെയ്തുകൊണ്ടൊരു സ്ട്രക്ചർ കൊടുക്കുകയും ക്രിസ്റ്റൽ പാലസ് ഓക്കെ പറയുകയും ചെയ്തു. അതിനേക്കാൾ ഉപരി എബ്രേച്ചേഴ്സ് തൻ്റെ ഏജന്റിനോട് പറഞ്ഞു ആ ആർസണലിലോട്ടുള്ള ടോക്സ് നടത്തിയാൽ മതി, അഥവാ ആർസണലാണ് തൻ്റെ ചോയ്സ്, തൽക്കാലം ടോട്ടനാം ഹോട്ട്സ്പറുമായിട്ടുള്ള എല്ലാം നിർത്തി വെക്കാമെന്നുള്ള ഒരു ഡിസിഷൻ ആൾ പറഞ്ഞായിട്ട് വാർത്തകൾ വന്നു. സോ ആർസണൽ പ്ലെയറും സെലക്ട് ചെയ്തു, ക്രിസ്റ്റൽ പാലസും ആർസണൽ സെലക്ട് ചെയ്തു. സോ ഒറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യം ഈ ഒരു ലിങ്ക് വരുന്നു, കാര്യം ഡണ്ണാവുന്നു. ഹിയർ വിഗോ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണ് ജൂലിയൻ എൻകീസോ. നമുക്കറിയാം ബ്രൈറ്റൻ്റെ പാരഗ്വേൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ താരമാണെങ്കിൽ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റ് ആണ്. 20 മില്യൺ ആണ് ബ്രൈറ്റൻ ചോദിച്ചുകൊണ്ടിരുന്ന താരത്തിന് വേണ്ടി. പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാ റിപ്പോർട്ട് വരുന്നത് ചെൽസി ഗ്രൂപ്പ് ആണെങ്കിൽ താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ്. ആൾ 2025-26 സീസൺ സ്ട്രാസ്ബർഗിൽ കളിക്കും. അതിനുശേഷം 2031 വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. ആൾ ചെൽസിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. സോ എൻകീസോ ടു ദ ഗ്രൂപ്പ്. ഹിയർ വിഗോ വന്നിട്ടുണ്ട്. 20 മില്യൺ യൂറോസിനാണ് താരത്തെ സൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രമേയോ ആണെങ്കിൽ ഇപ്പം ആർത്തർ മെലോൻ്റെ ഡീൽ പെർമനൻ്റ് ആക്കാനായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് യുവൻറ്റസുമായിട്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നാപ്പോളി. നമുക്കറിയാം ജോഷുവ സിർക്സ്കിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പ്രൊപ്പോസൽ വിട്ടിരുന്നു മാൻ യുണൈറ്റഡിൻ്റെ ഫ്രണ്ടിൽ. മാൻ യുണൈറ്റഡ് അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. സിർക്സ്കിനെ സെയിലിനില്ല എന്നാണ് എല്ലാ പാർട്ടീസിനോടും പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് ഇപ്പം റാസ്മസ് ഹോയ്ലൻഡിലോട്ട് വീണ്ടും നാപ്പോളി ഇൻട്രസ്റ്റ് പോകുന്നു എന്നുള്ള രീതിയിൽ ഫാബ്രിസി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ റാസ്മസ് ഹോയ്ലൻഡ് AC മിലാൻ ടോക്സ് തൽക്കാലം ഓൺ ഹോൾഡാണ്. മെയിൻ റീസൺ AC മിലാൻ ഇപ്പം വിക്ടർ ബോണിഫേസിൻ്റെ ഡീലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് പറഞ്ഞേക്കാം. വിക്ടർ ബോണിഫേസിനെ ലോൺ വിത്ത് 30 മില്യൺ യൂറോസ് ഒബ്ലിഗേഷൻ അല്ല ബൈ ഓപ്ഷൻ എന്നുള്ളൊരു രീതിയിൽ ലെവർകൂസനുമായിട്ട് ടേംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. സോ ബോണിഫേസിൻ്റെ ഏജന്റ് ഇപ്പം മിലാനിലുണ്ട്, ടോക്സ് നടത്താനായിട്ട് മിലാനിലോട്ട് പറക്കുവാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്ലെയറും ഓക്കെയാണ്, സാലറി പാക്കേജും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു മൂവിലാണെന്നാണ് കേൾക്കുന്നു. സോ ലെറ്റ്സ് അത് മിക്കവാറും ഡണ്ണാവും. സോ ആ ഒരു സിറ്റുവേഷനിൽ AC മിലാൻ അത്ര കീൻ ആയിരിക്കത്തില്ല ഇനി റാസ്മസ് ഹോയ്ലൻഡ് ഡീലിൽ നിന്ന് കേൾക്കുന്നു. റാസ്മസ് ഹോയ്ലൻഡ് AC മിലാനോട് ടേംസ് അഗ്രി ചെയ്യുന്നില്ലായിരുന്നു പല പ്രപ്പോസൽസും നോക്കിയിട്ട്. സോ ഇപ്പം നാപ്പോളി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്ലെയർ ചിലപ്പം ടെംപ്റ്റഡ് ആയിരിക്കും, ബിക്കോസ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉള്ളതുകൊണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഡീലുണ്ടെന്ന് പറഞ്ഞല്ല. സോ നാപ്പോളി ഈ ഒരു ഡീൽ പുഷ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റെനേറ്റോ വേഗ VRAയിൽ 25 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 4.9 മില്യൺ യൂറോസ് ആഡ് ഓൺസിൻ്റെ ഒരു പാക്കേജിന് ഡൺ ആയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ശതമാനം ഫ്യൂച്ചർ സെൽ ഓൺ ക്ലോസും ഉണ്ടെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഡൺ. റെനേറ്റോ വേഗ ടു VRAയിൽ ഫോർ 29.5 മില്യൺ യൂറോസ്. അതുപോലെ തന്നെയാണ് ടീബോ കോർട്ടോയും റയൽ മാഡ്രിഡിനും വേറെയിൽ വീണ്ടും അഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. കോൺട്രാക്ട് ഫെർദർ 2 more years എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സവീനോ ഇപ്പം ടോട്ടനാമിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇൻട്രസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. സവീനോയ്ക്ക് 60 മില്യൺ അടുത്ത് വരുന്ന യൂറോസ് ആണ്, പൗണ്ട്സ് അല്ല, അടുത്ത് വരുന്ന ഒരു പാക്കേജ് വിട്ടിരുന്നതും സിറ്റി അത് റിജക്ട് ചെയ്തിരുന്നതും വാർത്ത വരുന്നുണ്ട്. സവീനോ ഓൾറെഡി ടോട്ടനാമുമായിട്ട് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. സോ ഇനിയും SIDയിൽ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് അവർ സവീനോയ്ക്ക് വേണ്ടി വീണ്ടും മാർക്കറ്റ് വരുന്നുണ്ടെന്നും ഒരു ഇംപ്രൂവ്ഡ് ബിഡ് വിടാനായിട്ട് പോവുകയാണെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. സവീനോനെ സെല്ലാക്കിയാൽ മാത്രമേ റോഡ്രിഗോയ്ക്ക് വേണ്ടി സിറ്റി
കാര്യമായിട്ട് നീങ്ങത്തുള്ളൂ. റോഡ്രിഗോ ആണ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണുന്നത്. റോഡ്രിഗോയുടെ പേഴ്സണൽ ടൈംസോ മറ്റോ ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. ബട്ട് റയൽ മാഡ്രിഡിന്റെ സ്റ്റാൻസ് ക്ലിയർ ആണ്. 100 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് റോഡ്രിഗോന് ഇപ്പോഴും അവർ വിൽക്കാൻ റെഡിയാണ്. ബട്ട് അവർ ഫോഴ്സ് ചെയ്യത്തില്ല. റോഡ്രിഗോയുടെ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യും. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ പോർട്ടോ ആണെങ്കിൽ കിവിയോറിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ സ്കൈ സ്പോർട്സും മറ്റുമൊക്കെ വിടുന്നുണ്ട്. ഒരു റിപ്പോർട്ട് വരുന്ന സ്കൈ സ്പോർട്സ് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ലോൺ ഈ സീസൺ പോർട്ടോ സൈൻ ചെയ്തിട്ട് 25 മില്യൺ യൂറോസ് നെക്സ്റ്റ് സീസൺ ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ളൊരു പ്രപ്പോസൽ അവർക്കൊരു ഡിസ്കഷൻ നടക്കുകയാണെന്നും എല്ലാ പാർട്ടീസും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെഹദി ടറേമി, നമുക്കറിയാം ഇന്റർ മിലാൻ്റെ സെൻട്രൽ ഫോർവേഡ്, ഇറാനിയൻ സെൻട്രൽ ഫോർവേഡ് താരം. പുള്ളിയാണെങ്കിൽ മൂവ് അധികം സക്സസ്ഫുൾ ആയില്ല. പുള്ളി സെപ്പറേറ്റ്ലി ആണ് ഇപ്പം ട്രെയിൻ ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്രോജക്റ്റിൽ പുള്ളിനെ കാണുന്നില്ല, ചീവോ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്, ഇന്റർ മിലാൻ ചീവോ എന്നും. സോ ടറേമിയോട് പുതിയൊരു ക്ലബ്ബ് ഫൈൻ ചെയ്യാനായിട്ട് ചീവോ മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ ഇന്റർ മിലാൻ താരത്തെ മാർക്കറ്റ് വെച്ചിരിക്കുകയാണ്. ഒരു ക്ലബ്ബും ഇതുവരെ ഒരു പ്രപ്പോസലായിട്ട് വന്നിട്ടില്ല. സോ മേ ബി ഒരു വളരെ ലോ കോസ്റ്റിന് താരത്തെ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ലെവർകൂസൺ ഇപ്പം കാര്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുന്നു എന്നാണ് ഫ്ലോറിയൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം അവരുടെ ക്ലബ്ബിൽ നിന്ന് ധാരാളം പ്ലേയേഴ്സ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ബോണിഫേസും ഉടനെ തന്നെ മൂവ് ഓൺ ആവുമെന്നാണ് ഇരിക്കുന്നത്. എച്ചവരിയും ലോയിക് ബാഡെ ഡീലും ഒക്കെ അവർ ഡണ്ണാക്കി. പക്ഷെ വരുന്ന വാർത്തകൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ലെവർകൂസൺ 3 പ്ലേയേഴ്സിന് വേണ്ടി ഇപ്പോഴും മാർക്കറ്റ് വർക്ക് ചെയ്യുന്നു എന്നാണ്. ഒന്ന് ക്വിൻ്റൻ ടിംബറിന് വേണ്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കൂടാതെ മൊണോക്കോയുടെ എക്സൈറ്റിംഗ് 2 യങ്സ്റ്റേഴ്സിന് വേണ്ടി 2 പേരെ എത്തിക്കാനായിട്ട് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മറ്റാരുമല്ല ബെൻസെഗിരും മാഗ്നസ് അക്ലിയോച്ചയും ഈ 2 പ്ലേയേഴ്സിന് വേണ്ടിയും ടോക്സ് നടത്തുന്നുണ്ട് മൊണോക്കോയായിട്ട്. ഇതുവരെ ടേംസോ മറ്റോ ഒന്നും അഗ്രി ചെയ്തിട്ടില്ല. ബട്ട് സീരിയസ് ഇൻട്രസ്റ്റ് ഈ 2 പ്ലേയേഴ്സിനും അതുപോലെ തന്നെ ടിംബറിലും കാണിക്കുന്നു എന്നുള്ള രീതിയിൽ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്താസ് സിമിസ്കാസിൽ മാർസ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നെയ്ത്തൻ ആക്കെ ഈ സീസൺ റൈറ്റ് ഒരു പ്രപ്പോസൽ വന്ന മാഞ്ചസ്റ്റർ സിറ്റി വിൽക്കൂ എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പെപ് ഗോർഡിയോളെ കിന്നിയും സ്ക്വാഡ് ട്രിം ചെയ്യാനായിട്ടാണ് ആഗ്രഹം എന്നുള്ള രീതിയിലാണ് റിലയബിൾ സോഴ്സുകളിൽ നിന്നൊക്കെ വരുന്ന വാർത്ത. സോ ആക്കേലിന്റെ സിറ്റുവേഷൻ അറിയാനായിട്ട് എവർട്ടൺ എൻക്വയറി നടത്തിയെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആക്സൽ ഡിസാസിയുടെ കാര്യത്തിലും ബോൺമുത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് സാഷ ടവലിയോറി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ്റ്റൺ വില്ല എന്തായാലും താരത്തിനെ പെർമനന്റ് ആക്കാനുള്ള ഡിസിഷനിൽ നിന്ന് പിന്മാറി തിരിച്ചിപ്പം ചെൽസി വന്നിട്ടുണ്ട്. ചെൽസി, ഡിസാസി അതുപോലെ തന്നെ മറ്റു കുറേ പ്ലേയേഴ്സിനെ ഇപ്പോൾ സെല് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് അവിടെ എങ്ങനെ പോകുന്നത്. ഗാസ്റ്റനഡിലെ റിപ്പോർട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗർനാച്ചോയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിൽ അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒട്ടും ഹാപ്പി അല്ലെന്നാണ്. കാരണം നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പ് ഇയർ ആണ്. വേൾഡ് കപ്പ് ഇയർ ആയിട്ട് കൂടി താരം കളിക്കാനായിട്ടുള്ളൊരു ഇൻറ്റൻറ്റ് കാണിക്കാത്തത്, അതായത് ഇപ്പോൾ ട്രെയിൻ ചെയ്യാത്തതും ഒരു മൂവ് നടത്താത്തതും ഇപ്പോഴും മാൻ യുണൈറ്റഡിൽ തന്നെ നിൽക്കുന്നതും, ഈവൻ ദോ മാൻ യുണൈറ്റഡിന് വേണ്ടി കളിക്കാനായിട്ട് റെഡി ആവാതെ ട്രെയിൻ ചെയ്യാതൊക്കെ നിൽക്കുന്നു. കൂടാതെ ഒരു മൂവ് ആളും നടത്തുന്നില്ല. ചെൽസിയാരും ജോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളുടെ ഓവറോൾ ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിലല്ല ഫെഡറേഷന് മുമ്പിൽ പോകുന്നതും നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ പുള്ളി ഇടം പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ലെറ്റ്സി എന്തായാലും പുള്ളി ആറ്റിറ്റ്യൂഡ് മാറ്റി എത്രയും പെട്ടെന്ന് ഒരു ക്ലബ്ബ് ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ചെൽസി മാൻ യുണൈറ്റഡ് ഓഫർ ചെയ്ത് കൊടുക്കാൻ റെഡി അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ബയൺ മ്യൂണിക്ക് പുള്ളിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വിട്ടതാണ്. അത് കേൾക്കാൻ പോലും പുള്ളി റെഡി ആയില്ലെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് റാബിയോട്ടിനെ മാർസെ വിടാനായിട്ട് തന്നെ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. പുള്ളിനെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അൽ ഇത്തിഹാഡ് പുള്ളിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.